വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ദേ ഇവിടെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ലോങ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് ഇങ്ങനെ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. നാട്ടിൽ ഞാൻ വന്നിരിക്കുന്ന 2 മാരേജസിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ മാരേജിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നിങ്ങനെ 2-3 ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഷോപ്പിംഗ് ഒക്കെ തീർത്തത്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിങ്ങിന് വാങ്ങിയ ഐറ്റംസ് ഞാൻ മാരേജിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കാണിക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ മാരേജിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഡ്രസ്സസ് വാങ്ങിയിട്ടുള്ളത്, എനിക്കും അനുഭവിക്കും വാങ്ങിയിട്ടുള്ള ഡ്രസ്സസിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ശ്യാമിൻ്റെ അക്കുവിൻ്റെ ഒന്നും ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇന്ന് ഞാൻ വന്നിട്ട് അന്നുവിനും എനിക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സസാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. പോലെ തന്നെ 2 മാരേജസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോ മാരേജ് ഫംഗ്ഷൻസിൻ്റെയും ഏതൊക്കെ ഒക്കേഷൻസിന് ഏതൊക്കെ ഡ്രസ്സസ് ആണെന്നുള്ളത് രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഒന്നും ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ, അതിനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ആണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. കൂടുതലും ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഓഫ്ലൈനായിട്ട് കുറച്ച് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമുക്ക് അന്നുബേബിയുടെ കളക്ഷൻസ് കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അന്നുബേബിക്ക് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ബ്ലേസർ സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ബ്ലേസർ ടോപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പാൻറ് സെറ്റും ആണ് കേട്ടോ. ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് ഞാൻ നൈക്ക ഫാഷൻസിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ. ഭയങ്കര തിക്നെസ് ഒന്നുമില്ല ഫാബ്രിക്കിന്, നല്ല കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക് ഇത് വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാം തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം തന്നെ നമ്മൾ നൈക്ക ഫാഷൻസിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ബെൽറ്റും വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഹിപ്പിൽ ടൈ ചെയ്യാനായിട്ടുള്ള ഒരു ബെൽറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് പെയർ ഓഫ് ഡ്രസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു മേടിച്ചിട്ടുള്ളത് ഷറാറ സെറ്റ് ആണ്. ഈ ഒരു റാണി പിങ്ക് കളറിലുള്ള ഒരു ഷറാറ സെറ്റ്. അതിൽ ഒരു ഗോൾഡൻ വർക്ക് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പ്. ഇങ്ങനെ ഒരു ഹോൾട്ടർ നെക്ക് വരുന്ന ടൈപ്പ് ഓഫ് പീസ് ആണ് കേട്ടോ. ഇതിൻ്റെയും പ്രൈസ് റേഞ്ച് ഒക്കെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഇതുപോലെ ഒരു ഡിസൈനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോളും വരുന്നുണ്ട് കേട്ടോ. ഒരു നെറ്റിൻ്റെ ഷോളാണ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പീസ് ഓഫ് കോസ്റ്റ്യൂം. അടുത്തതായിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഒരു ധാവണിയാണ് കേട്ടോ. അതെ, ഇപ്പം ഇതാണ് ധാവണിയുടെ ആ ഒരു ബോട്ടം, ഒരു സ്കേർട്ട് വരുന്നത് ഇതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പ് വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ. സ്ലീവ്ലെസ് ആണ്. സ്ലീവ്സ് നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ. ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്നൊരു കളറാണ്. ഒരു ബ്രൗൺ ആൻഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് കളറാണ് കേട്ടോ ഇതിൽ വരുന്നത്. അപ്പോൾ കണ്ടോ, നെക്കിൻ്റെ യോക്കിൻ്റെ പാർട്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് സ്റ്റോൺ വർക്ക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്കേർട്ടിലും അവിടെ എവിടെയായിട്ട് ഇങ്ങനെ സ്റ്റോണിൻ്റെ വർക്ക്സ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ വെയർ ആണ്. ഇപ്പോൾ ചൂട് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും പിന്നെ ഇതാണ് കേട്ടോ അതിൻ്റെ ധാവണി. അതിൻ്റെ ആ ഒരു ഷോള് വരുന്നത് ഇങ്ങനെയാണ്. ഒരു എന്താ പറയുക, ഒരു ബ്ലൂ ആൻഡ് ഓറഞ്ച് കൈൻഡ് ഓഫ് കളറാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് കോസ്റ്റ്യൂം. ഇത് വന്നിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ ശരവണ സ്റ്റോഴ്സിൽ നിന്നാണ്, ചെന്നൈയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് ഈ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഡബിൾ ഷെയ്ഡ് ഫ്രോക്കാണ്. നമുക്ക് മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഓണിയൻ പിങ്ക് കളറിൽ ഒരു ഫ്രില്ല് പോലെ വന്നിട്ട് ഇങ്ങനെ ഹിപ്പ് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഒരു ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ട് ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ വന്നിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ്, ഒരു എത്നിക് വെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കാഷ്വൽ വെയർ, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് കേട്ടോ. ബാക്കിൽ വന്നിട്ട് ഇതുപോലെയാണ് സിപ്പർ ക്ലോഷർ ആണ് വരുന്നത് ഇതിന്. അതുപോലെ തന്നെ ഒരു ടൈയും കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടൈ ചെയ്ത് വെക്കാനായിട്ടുള്ള. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിപ്പോൾ ക്യാമറയിൽ എത്രത്തോളം ആ കളർ അറിയുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ഓണിയൻ പിങ്കും അതുപോലെ തന്നെ ഗ്രേ ബ്ലൂ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു അനുബേബിയുടെ നെക്സ്റ്റ് കോസ്റ്റ്യൂം. ഇനി അടുത്തത് എൻ്റെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് എൻ്റെ ഒരു റാണി പിങ്ക് കൈൻഡ് ഓഫ് ഒരു ടോപ്പാണ് കേട്ടോ. ഒരു ഫുൾ ലെങ്ത് ഒരു ഗൗണാണ്. റാണി പിങ്ക് ആൻഡ് ഗോൾഡ്. നമുക്ക് കളർ തീം ഉണ്ട് ഒരു ഫംഗ്ഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 പേർക്ക് റാണി പിങ്ക് വാങ്ങിയിട്ടുള്ളത്. ഇതും ഓൺലൈൻ പർച്ചേസ് ആണ്, നൈക്ക ഫാഷൻസിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതുപോലൊരു അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു നോട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഫുൾ ലെങ്ത് ഒരു ഗൗണാണ് കേട്ടോ. ഒരു ഫുൾ ലെങ്ത് ഒരു ഗൗൺ പോലെ ഉണ്ട്. നല്ല രസമാണ്. ബാക്കിൽ വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. സ്ലീവ്സിലും ആ ഒരു ഗോൾഡ് വർക്ക് വരുന്നുണ്ട്. 3/4 സ്ലീവ്സ് ആണ് ഇതിന് വരുന്നത്.
അപ്പോൾ ഇതും വളരെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഇല്ലാന്നുണ്ടെങ്കിലും ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കോസ്റ്റ്യൂം. ഇനി നെക്സ്റ്റ് വന്നിട്ട് അതേ ഈ ഒരു ലൈലാക്ക് കളറിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതും വന്നിട്ട് ഒരു ഫുൾ ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഒരു ലൈലാക്കിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ സിൽവർ കളർ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സ് 3/4 ആണ്. സ്ലീവ്സിലും ഇങ്ങനെ പ്രിന്റ് വന്നിട്ട് ഒരു ചെറിയ സിൽവർ കൈൻഡ് ഓഫ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ സെയിം വർക്ക് തന്നെ താഴെ ബോർഡറിലും കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, സിമ്പിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതും ഞാൻ നൈക്ക ഫാഷൻസിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പറഞ്ഞ പോലെ ഞാൻ റേറ്റ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ വാങ്ങിയപ്പോൾ ഇത് അത്യാവശ്യം ഡിസ്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസും ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയതെന്നുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ബാക്കിൽ സിമ്പിളാണ്, നല്ല ഒരു കോട്ടൺ കുർത്തിയാണ്. ഈ ഒരു നമുക്ക് സമ്മേഴ്സിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ നെക്സ്റ്റ് പർച്ചേസ്. ഇനി അടുത്തത് വന്നിട്ട് ഒരു സാരിയാണ് കേട്ടോ. 2 മാരേജസിൻ്റെ സാരിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യോതിക സാരി ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കേട്ടോ. ആ ഒരു സാരിയുടെ ഒരു മോഡലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നല്ലൊരു റോസ് ഗോൾഡ് ഫിനിഷിൽ താഴെ വന്നിട്ട് ഇതുപോലെ പിങ്ക് ബോർഡർ വരുന്ന ഒരു സാരിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ബ്ലൗസ് വരുന്നതും മുന്താണി വരുന്നതും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു പിങ്കിലാണ്. അപ്പോൾ നല്ലൊരു മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഭംഗിയുണ്ട്. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ ഇടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒന്നാണ് ഈ ജ്യോതിക സാരി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്ത പർച്ചേസ്. അപ്പോൾ ഇതിന് ഞാൻ ബ്ലൗസ് സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബ്ലൗസ് വന്നിട്ട് ഞാൻ ആരി വർക്കിൽ ഒരു ടൈപ്പ് ഓഫ് ബ്ലൗസാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അതേ ഹാൻഡ്സിൽ ഫുൾ ഇങ്ങനെ വർക്ക് വരുന്ന പോലത്തെ ഇതുപോലെ ടാസിൽസ് ഒക്കെ വന്നിട്ട് ഉള്ള ഒരു അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസ് തന്നെയാണ്. 2 ഹാൻഡ്സിലും ഉണ്ട്. അതുപോലെ തന്നെ പുറകിലും നെക്കിൻ്റെ പോർഷനിൽ കുറച്ചിങ്ങനെ വർക്ക്സ് വന്നിട്ട് നോട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് കണ്ടോ, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മിറർ വർക്ക് എല്ലാമൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് വർക്കാണ് കേട്ടോ ഇതിൽ. അതുപോലെ പുറകിലൊരു നോട്ടും ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ആ ജ്യോതിക സാരിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ബ്ലൗസ് എന്ന് പറയുന്നത്. നല്ലൊരു സ്ലീവൊക്കെ നല്ല നമ്മുടെ എൽബോ വരെയൊക്കെയുള്ള സ്ലീവാണ്. നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതും ഒരു ടിഷ്യൂ മെറ്റീരിയലിൽ വരുന്ന ബ്ലൗസ് പീസാണ്. ഇനി അടുത്തതും ഒരു സാരി തന്നെയാണ് കേട്ടോ. അതും ഒരു ബേബി പിങ്കിൽ പേർപ്പിൾ ബോർഡർ വരുന്ന ടൈപ്പ് ഓഫ് ഒരു സാരിയാണ് ഞാൻ അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇതൊക്കെ തന്നെയും ഞാൻ നേരത്തെ കാണിച്ച സാരിയും ഈ സാരിയൊക്കെ തന്നെ ഞാൻ ശരവണയിൽ നിന്ന് മേടിച്ചതാണ്, ശരവണ സ്റ്റോഴ്സിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പർപ്പിളിൽ ഗോൾഡ് വരുന്ന ബോർഡറാണ് ഇതിനുള്ളത്. നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഇങ്ങനെ ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് പ്രിൻറ്റ്സ് വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ. പിന്നെ ഇതിൻ്റെ തന്നെ ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് കളർ ഒരു ബ്ലൗസാണ് കേട്ടോ. ഒരു പർപ്പിളിൽ തന്നെ ഒരു സിമെൻറ്റ് ഗ്രേ കളറൊക്കെ വരുന്ന ഒരു ഡ്യുവൽ ഷെയ്ഡ് ബ്ലൗസാണ് ഇതിന് വരുന്നത്. പക്ഷേ ഞാൻ അതിനും ഡിഫറെൻ്റ് ഒരു ബ്ലൗസ് പീസ് എടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. നമ്മുടെ ഈ ഒരു ബോർഡർ ഷെയ്ഡിലുള്ള ഒരു ബ്ലൗസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലും ഫുൾ ആരി വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ബ്ലൗസ് പീസ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഹാൻഡ്സിൽ, ഇതിൻ്റെ സ്ലീവ്സിലൊക്കെ ഫുള്ള് വർക്കാണ്. അതിലും ഇതുപോലെ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ബീഡ്സിൻ്റെ ഹാങ്ങിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആൻഡ് ഫുൾ വർക്കാണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ബാക്ക് സൈഡിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവിയാണ്, അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലിയുമാണ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് തയ്പ്പിച്ചെടുത്ത ബ്ലൗസുകളാണ് കേട്ടോ ഇത് രണ്ടും. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ബേബി പിങ്ക് സാരിയുടെ ബ്ലൗസ്. അതിൻ്റെ ബോർഡർ കളറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയാണ് കേട്ടോ മാരേജിന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സസ്. ഇത് മാത്രമല്ല, ഇനി കുറച്ച് ഡ്രസ്സസ് ഓൺലൈനിൽ വരാനുണ്ട്. അപ്പോൾ അത് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോഴേക്കും ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഉള്ളത് അത്രയും കൂടി വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ ഓൺലൈനിൽ വരാനുള്ളതും അതുപോലെ ശ്യാമിൻ്റെ അക്കുവിൻ്റെ ഡ്രസ്സും കൂടി വന്നു കഴിയുമ്പോൾ അത് ചേർത്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.